മക്കളെ ഇത് കണ്ടോ? തേരൂട്ടി മാങ്ങയാണിത്. ഇതിങ്ങനെ ഒന്നിങ്ങനെ ഇതേപോലെ എടുത്തിട്ട് കുത്തുക. ഇങ്ങനെ കുത്തിയിട്ട് ക്ലാസ്സിലേക്ക് പീച്ചുക. ഇതിൻ്റെ തേരിങ്ങനെ വരും. എന്താ അതിൻ്റെ വാസന അറിയോ? നമ്മളോടുണ്ടായതൊന്നുമല്ല കേട്ടോ, ഒരാൾ തന്നതാണ്. കണ്ടമാനം വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ലത് നോക്കിയിട്ട് പെറുക്കിയതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഈ മാങ്ങ അതല്ല കേട്ടോ, ഇത് കറുത്ത മൂവാണ്ടെന്ന് പറയും. അതൊരു 4 മൂപ്പര് തന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നോ, ഈ മാങ്ങ കിട്ടിയപ്പോഴേക്ക് പറയാനുള്ളത് എന്താണെന്നോ, പണ്ട് കാലങ്ങളൊക്കെ മദ്രസ വിട്ടാലും സ്കൂൾ വിട്ടാലും മൂച്ചിലോട്ടിലേക്കാണ് പോയ. ഇന്നത്തെ കുട്ടികൾ മൊബൈൽ മേലേക്കാണ് പോയ. അപ്പം അന്നും കൊത്തിയ മാങ്ങ അടക്കം പെറുക്കിയ മരമൊക്കെ എന്താ ചെയ്യാന്നോ, കൊത്തിയ മാങ്ങ ചെത്തിയിട്ട് ഒരു തിന്നും, കൊത്താത്തൊക്കെ ഞങ്ങൾക്കും തരും. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നോ, അപ്പോൾ ഈ കൊത്തിയ മാങ്ങ പോലും തിന്നുമ്പോൾ പറയും, ഇത് ഈ കൊത്തിയത് തിന്നാൽ നിങ്ങൾക്ക് മീശ മുളക്കൂല എന്നൊക്കെ പറയാമെന്ന്. പണ്ടുള്ളവർക്കൊക്കെ അറിയാം, നമ്മളതിൻ്റെ ഒരു അനുഭവം പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പെറുക്കണമൊന്നും കാണിച്ചില്ല. ഒരു മുറം മാങ്ങുണ്ട്, കാരണം ഞങ്ങൾ തേരുട്ടി മാങ്ങയാണ്. ഞാൻ ഒരു 2-3 അവിടെ തിന്നു. ബാക്കി കുറേ ഇഞ്ച് കൊണ്ടുപോയിക്കോ പറഞ്ഞിട്ട് അത് മതി പറഞ്ഞു. ഒരു പെറുക്കി വെച്ചാൽ കേട്ടോ, ഞാനവിടെ പെറുക്കണ കണ്ടിട്ട് അത് വേണ്ട, ഇവിടെ പെറുക്കി വെച്ചുകൊണ്ട് അത് കൊണ്ടുപോയിക്കോളി പറഞ്ഞിട്ട് ഒരു കീസയിലേക്ക് ആക്കി തന്ന ഒരു മുറം മാങ്ങുണ്ട് കണ്ടോ. ഇതിൻ്റെ ഒരു ഓർമ്മ വന്നതാണ്. അപ്പോൾ മൂച്ചിലോട്ടിലൊന്നും മാങ്ങ വറക്കുക, അപ്പോൾ കുട്ടികളൊന്നുമില്ല. പണ്ടൊക്കെ മൂച്ചിലോട്ടിൽ മാങ്ങ ഉണ്ടോയെന്ന് നോക്കിയിട്ട് മൂച്ചി കണ്ടാലും പറങ്കൂച്ചി കണ്ടാലും ഒക്കെ അതിൻ്റെ ചോട്ടിൽ കൂടെ നടന്നിട്ട് പെറുക്കി തിന്നിരുന്നൊരു കാലം ഓർമ്മ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ പഴയ ചെറിയ വീഡിയോ കേട്ടോ. മാങ്ങയുടെ വീഡിയോകൾ ഞാൻ ഇതിൻ്റെ മുന്നേയും കുറേ വീഡിയോകൾ എടുത്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഒന്ന് പോയി കാണുക. ഞാൻ മാങ്ങ കൊണ്ട് ജാമുണ്ടാക്കിയൊരു വീഡിയോ ഉണ്ട്, അത് ഒരുപാട് ആൾക്കാർ കണ്ടുകൊടുക്കും. നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇതുകൊണ്ട് ഞാൻ പറ്റുകയാണെങ്കിൽ ഇത് എടുത്തിട്ട് ഇതുകൊണ്ട് മാങ്ങ കൊണ്ട് പപ്പടം ഉണ്ടാക്കാം. ഒരു വർഷമൊക്കെ നമുക്ക് ഇരിക്കൂത്തില്ല. അങ്ങനെ ഞാൻ വീഡിയോ ഒന്ന് കണ്ടതൊന്ന് ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, എല്ലാ സപ്പോർട്ടുകളും ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയാം.